മകനേ നീ എൻ പ്രാണൻ വില, മകനേ നീ എൻ പ്രാണൻ വില, എന്നെന്നും നീ എന്റേതു മാത്രമേ, എന്നെന്നും നീ എന്റേതു മാത്രമേ. എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ആ ശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി, മകനേ നീ എൻ പ്രാണൻ വില, മകനേ നീ എൻ പ്രാണൻ വില, എന്നെന്നും നീ എന്റേതു മാത്രമേ. രഹബോത്ത് മീഡിയയിൽ കൂടി ദൈവശബ്ദം കേൾക്കുന്ന, ദൈവവചനം കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ, നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രഹബോത്ത് മീഡിയയുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകം ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഐഷായ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ബ്രദറാണ്. അദ്ദേഹം, തൻ്റെ കുടുംബം, തൻ്റെ കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ താമസിച്ച് കുടുംബമായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. ആ തമിഴ് സഹോദരൻ ദൈവത്തിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുകയും കർത്താവിൻ്റെ വിടുതൽ തൻ്റെ ലൈഫിൽ അനുഭവിക്കുകയും ചെയ്തു. ഒരിക്കൽ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം പറയുകയും ആ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ആ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുകയും ചെയ്തു. തൻ്റെ കടഭാരം കർത്താവ് പറഞ്ഞ സമയത്തിന് ഉള്ളിൽ തന്നെ കർത്താവ് ആ കടഭാരത്തെ മാറ്റിക്കൊടുത്തു. തൻ്റെ കുടുംബത്തിന് ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു ഉയർച്ചയുണ്ടായി. അതിൻ്റെ സന്തോഷത്തെ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രദർശിപ്പിക്കാൻ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. ആ പ്രിയപ്പെട്ടവനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കാം. കണ്ണുകളെ മൂടാം. യേശുവേ, ഞങ്ങളുടെ ബ്രദർ ഐഷായെയും കുടുംബത്തെയും യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ ഫിനാൻഷ്യൽ മേഖലയിലെ കടഭാരങ്ങൾ നീ മാറ്റിക്കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ സന്തോഷ സൂചകമായി നിന്റെ കുഞ്ഞുങ്ങൾ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുമ്പോൾ അധികമായി നീ അവരെ അനുഗ്രഹിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി നീ അവരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവേ. ഞങ്ങളെല്ലാം മുമ്പേ പ്രയോജനമില്ലാത്ത പാത്രങ്ങൾ, എന്നാൽ ഞങ്ങളെ പ്രയോജനമുള്ള പാത്രങ്ങളാക്കി മാറ്റിയ കൃപയ്ക്കായി സ്തോത്രം. ലോർഡ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഫാമിലിയായവരെ ആശീർവദിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു കർത്താവേ. അന്ത തമിഴ്നാടേ ആശീർവദിക്കപ്പെടട്ടെ. ഓ യേശുവിൻ നാമത്തിൽ തൻ്റെ മകൻ്റെ ഊര് ഏതോ അന്ത ഗ്രാമം ആശീർവദിക്കപ്പെടട്ടെ കർത്താവേ. ഓ ഡാലാബാക്ഷാന്തര ഫാമിലിയായി ബ്ലസ് ചെയ്യുന്നു കർത്താവ്. ഇത് ചെയ്ത കൃപയ്ക്കായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ മുടക്കുന്നതൊന്നും നന്മയാകാതെ പോകയില്ല. എൻ്റെ നാമനിമിത്തം ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കൊടുത്താൽ അതിന് മറുപടി ഉണ്ടെന്നുള്ള തിരുവചനം പോലെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കാനുള്ള ദൈവത്തിൻ്റെ വചനം നമുക്ക് തുറക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന വചനത്തിലേക്ക് കടക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ തിരുവചനം വരെ നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാൻ വേണ്ടി വായിക്കാം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ ശബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ ശബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. വളരെ സുപരിചിതമായൊരു വചനമാണ് ഈ എപ്പിസോഡിൽ നാം ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. യേശു കർത്താവ് ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ വല വീശുന്നവരെയും കണ്ടു, വല നന്നാക്കുന്നവരെയും കണ്ടു.
യേശു വല വീശുന്നവരെയും വിളിച്ചു, വല നന്നാക്കുന്നവരെയും വിളിച്ചു. യേശുവിൻ്റെ വിളി കേട്ടു അവർ വലയും പടകും എല്ലാം വിട്ടേച്ച് യേശു കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. ഈ സന്ദേശം ആരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നോ അവരെയെല്ലാം യേശു വിളിക്കുകയാണ്. യേശു അവരെ വിളിച്ചു, ഫോളോ മീ, എന്നെ അനുഗമിപ്പീൻ. യേശു വിളിക്കുക. ഇന്നും യേശു അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോളോ മീ, എന്നെ അനുഗമിപ്പീൻ. യേശുവിനെ അനുഗമിച്ചവരാരും ഇന്ന് വരെ ഉടഞ്ഞിട്ടില്ല, തകർന്നിട്ടില്ല, തകരാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. കാര്യം അവൻ വിളിച്ചു. അവൻ്റെ വിളി ആരെല്ലാം ഹൃദയത്തിൽ കേട്ടിട്ടുണ്ടോ, ആരെല്ലാം അവരെ അനുഗമിച്ചിട്ടുണ്ടോ അവരെ കർത്താവ് ആശീർവദിച്ചിട്ടുണ്ട്. ദൈവവചനം അങ്ങനെ പറയുന്നു. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ആദ്യം വല വീശുന്നവരെ കണ്ടു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. 2 സഹോദരന്മാർ യേശു കർത്താവ് അവരെ കാണുകയാണ്. അവർ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ യേശു അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. യേശു അവരെ വിളിക്കുക, ഫോളോ മീ, എന്നെ അനുഗമിപ്പീൻ. വല വീശുന്നവർ യേശുവിൻ്റെ പുറകെ പോന്നു. അല്പം കൂടി യേശു മുമ്പോട്ട് ചെന്നപ്പോൾ ആമേൻ 2 പേരിരുന്ന് വല നന്നാക്കുന്നത് കാണുകയാണ്. അവരോടും യേശു പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ. അവരും യേശുവിൻ്റെ പുറകെ വന്നു. നോക്ക്, യേശു കർത്താവിൻ്റെ കൂടെയുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 വല വീശുന്നവർ, 2 വല നന്നാക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ വല വീശുന്നത് എന്തിനു വേണ്ടിയാ? ആമേൻ, മത്സ്യം പിടിക്കുവാൻ വേണ്ടി. വല നിറച്ചു മത്സ്യം കിട്ടണം. ഗലീല കടലിൽ വീശി അവർ മത്സ്യം പിടിക്കുകയാണ്. ആമേൻ. വല വീശുന്നവരെ, മത്സ്യം പിടിക്കുന്നവരെ യേശു കർത്താവ് വിളിക്കുക, ഞാൻ നിങ്ങളെ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഫിഷേഴ്സ് ഓഫ് മെൻ, മനുഷ്യ മീനുകളെ പിടിക്കുന്നവരാക്കി ഞാൻ നിങ്ങളെ മാറ്റുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും പ്രിയരെ, ഭാരതത്തിൽ ആമേൻ ലോക രാജ്യങ്ങളിൽ ധാരാളം മനുഷ്യർ യേശു കർത്താവിനെ അറിയാതെ കിടക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും വിളിച്ചത് വല വീശാൻ വേണ്ടിയാണ്. ആമേൻ. യേശുവിനെ അറിയാതെ കിടക്കുന്നവർ ധാരാളം പ്രിയപ്പെട്ടവർ കിടക്കുകയാണ്. അവരെ വീശിപ്പിടിക്കുവാൻ പിശാചിന്റെ കയ്യിൽ നിന്ന് നരകത്തിന്റെ അഗ്നിയിലേക്ക് പോകാതെ, ആത്മഹത്യയിലേക്ക് പോകാതെ, പാപം അവരെ വിഴുങ്ങാതെ, സാത്താൻ അവരെ തകർക്കാതെ, രോഗം അവരെ കീഴടക്കാതെ, മരണത്തിലേക്ക് അവർ പോകുന്നതിന് മുമ്പേ യേശുവിലേക്ക് അവർ വരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. എന്തിനു വേണ്ടി? വല വീശുവാൻ. സ്നേഹിത, ആമേൻ, പുറത്ത് ലക്ഷക്കണക്കിന് ജനം കിടക്കുക വല വീശുവാൻ. ഇന്ന് വന്ന് അകത്ത് വല വീശുന്നവരുണ്ട്. പടകിന്റെ അകത്ത് വല വീശാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഓൾറെഡി ആമേൻ കടലിൽ വീശിയ മത്സ്യത്തെയാ അവർ പടകിന്റെ അകത്ത് എടുത്തിട്ടിരിക്കുന്നത്. പലർക്കും കടലിൽ വീശാൻ താല്പര്യമില്ല. പലരുടെയും ആഗ്രഹം പടകിന്റെ അകത്ത് കിടക്കുന്നതിനെ വീശി പിടിക്കാനാ. അയ്യോ, ദൈവം നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. കാലം വന്ന് പുറത്ത് കിടക്കുന്നവരെ അകത്തു കൊണ്ടുവരുവാൻ പലർക്കും മനസ്സില്ലാത്ത കാലമാ. ആരെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സഭകൾക്കകത്ത് നിന്ന് വീശുവാൻ, ചർച്ചിൻ്റെ അകത്ത് പോയി വീശുവാൻ ആമീൻ പലർക്കും ഇഷ്ടമാണ്. എന്ന കർത്താവ് അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വന്ന് ഒറ്റയാടും ഒത്തിരി ഇടയനുമായി മാറിയിരിക്കുന്ന സമയമാ. ദൈവം പറയുന്നു, അങ്ങനെയാകാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. ആമേൻ. ദൈവം എന്നെ വിളിച്ചത് ഒരു വലിയ ചർച്ച് ബേസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകാനല്ല. ദൈവം എന്നെ വിളിച്ചത് ദൈവരാജ്യത്തെ ബേസ് ചെയ്ത് പോകുവാൻ. നീ ദൈവരാജ്യത്തെ ബേസ് ചെയ്ത് പോകുവാനാണെങ്കിൽ നിന്റെ ആമീൻ ഡിനോമിനേഷന്റെ പേര് നിനക്ക് വിഷയമല്ല, സംഘടനകൾ നിനക്ക് പ്രശ്നമല്ല. ദൈവരാജ്യത്തിന്റെ കൺസെപ്റ്റ് നിനക്ക് ഉണ്ടെങ്കിൽ യേശുവിനെ അറിയാതെ കിടക്കുന്ന ജനകോടികൾ ഭാരതത്തിന്റെ മണ്ണിൽ അന്തിയുറങ്ങുമ്പോൾ അവരെ വിളിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിന്റെ കാതിലെത്തിയിട്ടുണ്ട്. വല വീശാൻ നമുക്കകത്തല്ല, വല വീശാൻ നമുക്ക് പുറത്ത്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഒരു സഹോദരന്റെ കഥ. അദ്ദേഹം മറ്റൊരു വ്യക്തിയുടെ അടുക്ക് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവർക്ക് നിർബന്ധമാണ് ആ ചർച്ചിൽ ആമേ മെമ്പർഷിപ്പ് എടുത്തേ മതിയാകുള്ളൂ. ചർച്ചിൽ മെമ്പർഷിപ്പ് എടുത്തില്ല എങ്കിൽ അവർ പ്രാർത്ഥിക്കുകയില്ല പോലും. അയ്യോ, എൻ്റെ കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. മുഖം നോക്കാതെ, നിറം നോക്കാതെ, പണബലം നോക്കാതെ, വന്ന വ്യക്തിയുടെ വീട്ടിൽ കാറുണ്ടോ, വ്യക്തിക്ക് സ്വന്തം വീടുണ്ടോ, ഇതൊന്നും നോക്കാതെ ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ പകരാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കാലം മുമ്പോട്ട് പോയപ്പോ ആമേൻ ഔട്ട്വേർഡ് അപ്പിയറൻസിന് ഒത്തിരി സാധ്യതയായി. യേശു പറയുക മുഖം നോക്കരുത്, യേശു പറയുന്നു പൊക്കം നോക്കരുത്. അവന്റെ ഹൃദയത്തിന്റെ വ്യഥ നോക്കി പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ മനസ്സുള്ളവരെ ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമാണ്. ആമേൻ. ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, ഇല്ലെങ്കിൽ ബ്രദറെ, എനിക്കൊരിക്കലും അങ്ങനെ അംഗത്വം എടുക്കാൻ പറ്റില്ല, എനിക്കൊരു കുടുംബമുണ്ട്, ചോദിച്ചേ പറ്റുകയുള്ളൂ. അവർ വിളിച്ച ആ പ്രിയപ്പെട്ടവനോട് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ബ്രദറെ, ആമേൻ
പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അംഗത്വം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാ. കാര്യം എന്താ? ഞാൻ മരിക്കുവാൻ വേണ്ടി കടം കയറി തകർന്ന് ആത്മഹത്യക്ക് വേണ്ടി കുടുംബമായി ഞങ്ങൾ ആത്മഹത്യ ചെയ്തേക്കാമെന്നോർത്തപ്പോൾ ഒരു പാവപ്പെട്ട ഉപദേശി നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ദൈവം അയച്ചിട്ട് വരികയാ, നിങ്ങൾ മരിക്കണ്ട, യേശു നിങ്ങളെ വിടുവിക്കുകയാ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങളുടെ മരണം മാറി. ഞങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ദൈവരാജ്യത്തിന് ഞങ്ങൾ ഓഹരിക്കാരായി മാറി. ഞങ്ങൾ അവിടെ അംഗത്വമെടുത്ത് ആരാധിക്കുമ്പോൾ, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും ഒരിക്കലും ആ ചർച്ചയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക, ഒരിക്കലും അത് അസാധ്യമാ. അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾക്കൊരിക്കലും നിങ്ങളോട് ചേരാൻ കഴിയുകയില്ല. സ്നേഹിത, എന്നെ കേൾക്കുമ്പോൾ യേശുവിൻ്റെ ശരീരമാ സഭയെന്നും അത് മുറിച്ചുകൊണ്ട് ഇഷ്ടമുള്ളിടത്ത് പോയി നടന്നത് ശാപമാണെന്നും അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അറിയുക പ്രിയരെ, ഒരു ടെക്സ്റ്റൈൽസിന്റെ അടുക്കൽ മറ്റൊരു ടെക്സ്റ്റൈൽസ് വരുന്നത് സ്വാഭാവികമാണ്. ഒരു ജുവലറിയുടെ തൊട്ടടുക്കൽ മറ്റൊരു ജുവലറി വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാലയം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഒരു ദേശത്ത് ദൈവത്താൽ നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഒരിക്കലും മറ്റൊരു ആരാധന പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ സഭയാണ്. പക്ഷെ ഒരു കാര്യം, വേല വളരാതെ ആത്മാക്കൾ വിടുവിക്കപ്പെടാതെ ഡ്രൈ ആയി കിടക്കുന്ന ഒരു മേഖല, ജനത്തിന് സൗഖ്യമില്ല, ജനത്തിന് വിടുതലില്ല, ഒരത്ഭുതം നടക്കുന്നില്ല, പെട്ടുപോയല്ലോ എന്നോർത്ത് ഒത്തിരി പേർ തകർന്നു പോകുമ്പോൾ അവരെ അങ്ങനെ വിടാനും കർത്താവ് തയ്യാറല്ല എന്നറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെയാണ് യേശുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം, അവിടെയാണ് അഭിഷേകമുള്ള ഒരു കൂട്ടം, അവിടെയാണ് അനോയിന്റിംഗ് വെളിപ്പെടുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വെളിപ്പെടുന്ന ഒരു കൂട്ടത്തെ എന്റെ കർത്താവിന് എഴുന്നേൽപ്പിക്കാതിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവത്താൽ ഉയർന്നു വരുന്ന സഭകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലാതെ മറ്റൊരു മേഖലയിൽ ഒരിക്കലും എന്ത് കാര്യം ചെയ്താലും എന്റെ കർത്താവിന് അത് ഇഷ്ടമല്ല എന്നറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വല വീശുക, എവിടെ? പുറത്തു വല വീശുക. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരുന്നു, പാമ്പാടിയിൽ ഞങ്ങളുടെ രഹബോത്ത് വർഷിപ്പ് സെന്ററിനോട് ചേർന്ന് ഞങ്ങൾക്ക് കേരളത്തിൽ വർക്കുകളില്ല. കേരളത്തിൽ പാമ്പാടിയിൽ മാത്രമേ ടൗണിൽ ഞങ്ങൾക്കൊരു ആരാധനയുള്ളൂ, മറ്റൊരിടത്തും ഞങ്ങൾക്ക് വർക്കില്ല കേരളത്തിൽ. പിന്നെ ഞങ്ങൾ വർക്ക് ആരംഭിക്കാൻ ആഗ്രഹിച്ചതെല്ലാം ഇടുക്കി ജില്ലയോട് ബന്ധപ്പെട്ട, അതൊന്നും പട്ടണ മേധാവിത്വങ്ങളോട് ബന്ധപ്പെട്ടല്ല, ഗ്രാമങ്ങളോട് ബന്ധപ്പെട്ട്, എസ്റ്റേറ്റുകളോട് ബന്ധപ്പെട്ട്. കടലാറിൽ പോയി ഞങ്ങൾ പലരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാറിന് അടുത്ത് പല കുടുംബങ്ങളെ കയറി ഇറങ്ങി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഒന്നും ടൗണിലല്ലായിരുന്നു, വേലകളെല്ലാം നടന്നു ചെന്ന് ഗ്രാമങ്ങളിൽ, എസ്റ്റേറ്റുകളിൽ യേശുവിനെ പറയുകയായിരുന്നു. ഈ ലാസ്റ്റ് ടൈം പല എസ്റ്റേറ്റുകളിൽ ഞാൻ പോയി പ്രാർത്ഥിക്കുവാനിടയായി. മേമന എസ്റ്റേറ്റിൽ, കോട്ടമലയിൽ ഒക്കെ ഞാൻ പോയി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ നൽകി. പവർ വിഷൻ പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ച പല കുടുംബങ്ങളിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചു. അവരാരും ഉന്നതന്മാരല്ല, അവരെല്ലാം തകർന്ന് തരിപ്പണമായി, ആരും പ്രാർത്ഥിക്കാനില്ലാതെ, ആരും ഓടിച്ചെല്ലാനില്ലാതെ ഭാരപ്പെടുന്നവർ അല്ല. ഇടുക്കി ജില്ലയിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ വേലയില്ലാത്ത ഒരു സ്ഥലമോ ആരാധനയില്ലാത്ത ഒരു സ്ഥലമോ, അത് പ്രത്യേക ഗ്രാമങ്ങളായിരിക്കണം. എസ്റ്റേറ്റുകളോട് ബന്ധപ്പെട്ടോ ഉൾപ്രദേശങ്ങളോട് ബന്ധപ്പെട്ടോ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ അവിടെ ഒരു വേലയില്ല, ഒരു വേലക്കാരനില്ല, അവിടെ ഒരു സഭയില്ല എന്നൊരു മേഖല നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് എന്നെ നിങ്ങൾ വിളിക്കുക. നിശ്ചയമായും ഇടുക്കി ജില്ലയിലാണെങ്കിൽ അങ്ങനെ ഒരു മേഖലയിൽ പോയി ഒരു വേല ആരംഭിപ്പാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാര്യം അല്പം കഷ്ടപ്പെട്ട് അല്പം ത്യാഗം സഹിച്ച് അവരോട് യേശുവിനെ പറഞ്ഞാൽ ഇവിടെയൊന്നും വലിയ കിട്ടപ്പോരൊന്നും ഇല്ല പ്രിയരെ. യേശുവിന്റെ വേല കിട്ടപ്പോരിനുള്ളതല്ല. എന്റെ നാമം നിമിത്തം നഷ്ടപ്പെടുത്തിയാൽ എന്റെ നാമം നിമിത്തം നേടുവാനിടയായി തീരും. ഈ നാമം നഷ്ടപ്പെടുത്തുന്ന നാമമാ, ഈ നാമം നേടുന്ന നാമമല്ല. നഷ്ടപ്പെടുത്തിയാൽ നീ ഒന്നും നേടണ്ട, വേണ്ടതെല്ലാം ദൈവം നിനക്ക് നൽകിക്കൊള്ളും. ഞാൻ വേല ആരംഭിക്കുന്ന സമയത്ത് സ്വന്തമായി എനിക്കൊന്നുമില്ല പ്രിയരെ. കാൽനടയായി നടന്ന് ഞാൻ വേല ചെയ്യുമായിരുന്നു. 95-ാം വർഷം 96-ാം വർഷമൊക്കെ വൈപ്പിൻകരയിൽ എറണാകുളത്തിനടുത്തൊരു ദ്വീപിൽ പോയി ഞാൻ വേല ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ എപ്പിസോഡിൽ അത് പറയുവാൻ. അവിടെ ഒരു സഹോദരൻ എഡ്വേർഡ് ബ്രദർ ആൻഡ് കുടുംബം, തന്റെ വൈഫിന്റെ പേര് ഷേർലി, ഏതാണ്ട് 2 വർഷത്തോളം ഞാൻ ആ വീട്ടിൽ താമസിച്ചു. സ്വന്തം മകനെ നോക്കുന്നത് പോലെ അവർ എന്നെ നോക്കി. 95 and 96 ആ സമയങ്ങളിൽ ഞാൻ ഇവിടെ നടന്ന് കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുമായിരുന്നു. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒരുപക്ഷെ ഈ എപ്പിസോഡിൽ അവർ കേൾക്കുന്നു എങ്കിൽ ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുകയാ.
അവർ തന്ന ഭക്ഷണം, അവർ തന്ന ആമേൻ താമസിക്കാൻ തന്ന അവസരം, ഇതൊക്കെയായിരുന്നു ഇന്ന് എന്നെ ഈ നിലയിൽ ഉയർത്തിയെടുത്തത്. ഞാൻ അവരോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശേഷം ദൈവം എന്നെ ആമേൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഷൊർണൂരിലേക്കാണ് അയക്കുന്നത്. അവിടെ നിന്നാണ് ദൈവം എന്നെ മഹാരാഷ്ട്രയിലേക്ക് അയക്കുന്നത്. ഒന്നും നേടിയില്ല. ആമേൻ ഒത്തിരി മേഖലകൾ ഉണ്ടായിരുന്നു, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ കയ്യിൽ കൂടി ധാരാളം നന്മകൾ വന്നു പോയതാ. പക്ഷെ അതെല്ലാം സ്വർഗരാജ്യത്തിന് വേണ്ടിയോ സുവിശേഷം എന്ന പേരിൽ ആമേൻ മാത്രമോ കളയുവാനുള്ള ഭാഗ്യം ദൈവം എനിക്കും കുടുംബത്തിനും നൽകി. ഞാൻ ഇന്നും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ദൈവദാസന. ഏതാണ്ട് 25 വാടക വീടുകൾ ഇതിനോടകം ഞാൻ മാറിയിട്ടുണ്ട്. വീട് ദൈവം തരുന്നതാണ്, സ്വന്തം വീട്ടിൽ പാർക്കുന്നത് അനുഗ്രഹമാണ്. പക്ഷേ സ്വന്തം വീട്ടിൽ താമസിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നീ മണ്ണ് വിട്ട് മാറ്റപ്പെട്ടേ മതിയാകെയുള്ളൂ. ആമേൻ എനിക്ക് സ്ഥലം ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ പാമ്പാടിയിൽ ദൈവം സ്ഥലം നൽകി. മറ്റൊരു ചർച്ചിൽ ആരാധിക്കുന്ന ഒരു സഹോദരൻ ആമേൻ കർത്താവിന്റെ കൃപയാൽ ഏതാണ്ട് 30-35 സെന്റ് സ്ഥലം ദൈവസഭയ്ക്ക് വേണ്ടി ദാനമായി നൽകി. ആ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞ് അതിലൊരു 7-8 സെന്റ് സ്ഥലം അദ്ദേഹം മാറ്റി ആധാരം ചെയ്തു. പാസ്റ്ററെ, ഇനി വാടകയ്ക്ക് താമസിക്കരുത്, സ്വന്തമായ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരികയാ. ഞാൻ ആ സഹോദരൻ റെജി ബ്രദറിനായി ദൈവത്തെ സ്തുതിക്കുകയാ. ഞാനിതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയാ? ഒന്നുമില്ലായ്മയിൽ നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങ്, നിനക്ക് വേണ്ടതെല്ലാം ദൈവം തന്നോളും. പക്ഷേ ഒരു കണ്ടീഷൻ, നീ വെട്ടിപ്പിടിക്കാൻ മനസ്സ് വെക്കരുത്. ഒരിക്കലും നീ വെട്ടിപ്പിടിക്കാൻ മനസ്സ് വെക്കരുത്. നീ വെട്ടിപ്പിടിക്കാൻ മനസ്സ് വെച്ചാൽ അതെല്ലാം നഷ്ടമായി പോകും. ദൈവരാജ്യത്തിന് വേണ്ടി കളയാൻ സമയം നീ മനസ്സ് വെച്ചാൽ 1000 മടങ്ങ് നിനക്ക് തിരിച്ചു തരാൻ സർവശക്തനായ ദൈവം തയ്യാറാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് കൈമാറിയല്ലോ. ഞങ്ങളുടെ വേലകളെല്ലാം ഉള്ളത് തമിഴ്നാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. ഉസ്ലാംപെട്ടിയിൽ നിന്ന് ഏതാണ്ട് 10-20 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഏഴുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. അവിടെയെല്ലാം ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കർത്തൃദാസന്മാർ 2 പേർ വേല ചെയ്ത് സമ്പാദിച്ച 10-12 ചെറുപ്പക്കാരെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ പാമ്പാടിയിൽ രഹബോത്ത് വർഷിപ്പ് സെന്ററിൽ കൊണ്ടുവന്ന് യേശു ആരാണെന്ന് അറിയാൻ വയ്യാത്തവർ, ആരാണ് കടവുൾ? കാണുന്നതെല്ലാം അവർക്ക് കടവുളാണ്. എന്നാൽ കടവുൾ ആരാണ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. കണ്ടാൽ അവർക്ക് വലിയ ഗ്ലാമർ ഇല്ല, കണ്ടാൽ അവർക്ക് വലിയ നിറവില്ല. പക്ഷെ പട്ടണത്തിലെ ആത്മാവും ഗ്രാമത്തിലെ ആത്മാവിന്റെയും വില ഒന്നത്രേ. പ്രൈസ് ഗോഡ്. ഇന്ത്യക്കാരന്റെ ആത്മാവിന്റെ വിലയും അമേരിക്കക്കാരന്റെ ആത്മാവിന്റെ വിലയും ഒരുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. മുഖമല്ല നോക്കേണ്ടത്, പൊക്കമല്ല നോക്കേണ്ടത്, ആത്മാവിന്റെ ഭാരമുള്ള ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൃപയാൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അവരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ച് യേശുവിനെ പരിചയപ്പെടുത്തി. അതിൽ 4 പേർ കഴിഞ്ഞ ദിവസം കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാനിടയായി. ഞാൻ ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷത്തോടെ അവരവരുടെ ഊരുകളിലേക്ക് തിരിച്ചു പോകാനിടയായി തീർന്നു. എന്റെ പ്രേക്ഷകരെ, ദയവായി നിങ്ങൾ ആ വേലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതാണ്ട് 4 ഗ്രാമങ്ങളിൽ നിന്നായി 11 പേരെ ദൈവം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഒരു സഹോദരൻ കോട്ടമറയിൽ നിന്നാണ് ആമേൻ പാമ്പാടിയിൽ ആമേൻ അദ്ദേഹം കടന്നു വരുവാനിടയായി തീർന്നത്. പവർ വിഷൻ പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തു. എൻ്റെ കാർ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിട്ട് മറ്റൊരു ഓട്ടോ പിടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. വാഹനങ്ങൾ പോകാത്തൊരു വഴിയാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു കാര്യമാണിത്. എന്ത് കാര്യം? ആത്മീക കാര്യം. ഞാൻ അദ്ദേഹത്തെ പാമ്പാടിയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം, പാസ്റ്റർ, വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചവനായിരുന്നു ഞാൻ. എന്നാൽ എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെയും തേടി വന്നു. ആമേ, എണ്ണപ്പെട്ട ദിവസങ്ങളായിരുന്നു എന്റേത്. പക്ഷേ ആ എണ്ണപ്പെട്ട ദിവസത്തെ എന്റെ കർത്താവ് മാറ്റി മറിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത, ഒരാത്മാവിനെ തേടി പടകിൽ അക്കരെ പോയ യേശുവിന്റെ മനസ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആള് കൂടുന്നിടത്തേ ഞാൻ പ്രസംഗിക്കുമെന്ന് നീ നിർബന്ധം പറയരുത്. ആയിരങ്ങൾ ഉണ്ടെങ്കിലേ ഞാൻ യേശുവിനെ പറയുമെന്ന് നീ നിർബന്ധം പറയരുത്. ഒറ്റയാളെ തേടിപ്പോയ യേശുവിന്റെ സ്നേഹം നിന്നെ നിർബന്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ അത് ഉപദേശിക്കുകയാ. ഒറ്റയാളെ തേടി, അതും ഒരു ഭൂതഗ്രസ്തനെ തേടി എന്റെ യേശു പോകയാ. സൗജന്യമായി നിനക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുക എന്ന് യേശു പറഞ്ഞ വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ്. നമുക്ക് ഒരുമിച്ച് വല വീശാം. എവിടെ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഞ്ചൽ, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, ദാദ്രി ആൻഡ് നഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാർ, ഏതാണ്ട് 30-ലധികം സംസ്ഥാനങ്ങൾ, 7 ലക്ഷം ഗ്രാമങ്ങൾ
ജനങ്ങൾ എന്റെ യേശുവിനെ അറിയുവാൻ നമുക്ക് ഒരുമിച്ച് വല വീശാം. ഒരു വലിയ റിവൈവൽ ഉണ്ടാകാൻ പോകുകയാ. ഇതൊരു മിഷനെ കുറിച്ചുള്ള മെസ്സേജ് ആകട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ അകത്ത് വാഞ്ചയുള്ള ഒത്തിരി പേരുണ്ട്. ദൈവം നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പിതാവ് പാസ്റ്ററെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാർത്ത പറയാനുണ്ട്. ആ പിതാവ് പറഞ്ഞ വാർത്ത ഞാൻ ഒത്തിരി സന്തോഷത്തോടെ കേട്ടു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞാണ് ഞാനന്ന് കേട്ടത്. എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. പാസ്റ്ററെ, എൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചു, ഹയർ സ്റ്റഡീസിന് അവനെ വിട്ടു. ഒടുവിൽ അവൻ MBBS പാസ്സായി, അവൻ ഡോക്ടറായി മാറി. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം ദൈവം അവന് കൊടുത്തു. രണ്ടുപേരും ഡോക്ടറാണ്. രണ്ടുപേരെയും ദൈവം അമേരിക്കയിലേക്ക് അയച്ചു. US-ൽ അവർ ഡോക്ടറായി സേവനം സാമ്പത്തിക നന്മകൾക്ക് കുഴപ്പമില്ല. കൃപയാൽ ഞങ്ങൾക്കും സാമ്പത്തിക മേഖലകൾക്ക് കുഴപ്പമില്ല. എന്നാലും എൻ്റെ മകൻ ആമേൻ സന്തോഷത്തോടെ അവരെ ജോലി ചെയ്യുന്നു. പാസ്റ്ററെ, അതിനേക്കാളപ്പുറമായി ഞാൻ ഇവിടെ കർത്താവിന് വേണ്ടി നിൽക്കുകയാ. ഇന്ന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവനെയും ദൈവം ഉപയോഗിക്കണം. എന്നാൽ ഒരിക്കൽ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡി, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആമേൻ. ഡാഡി പറഞ്ഞു, മോനെ പറഞ്ഞാട്ടെ, എന്താ കാര്യം? പപ്പ, ഡാഡി, എന്നെ കർത്താവ് വിളിച്ചു. എന്നിട്ട് മോനെ ആമേൻ ജോലി രാജിവെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. മോനെ, നീ എന്ത് തീരുമാനിച്ചു? ഡാഡി, ആമേൻ, ഞാൻ ഡാഡിയോട് പോലും അനുവാദം ചോദിച്ചില്ല, ഞാൻ എൻ്റെ ജോലി രാജിവെക്കുകയാണ്. ആ ഡാഡി കണ്ണുനീരോടെ പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ പഠിപ്പിച്ചു വലുതാക്കി, ഡോക്ടറാക്കി. ആമേൻ, നല്ലൊരു കുടുംബജീവിതം തന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറയെയും തന്നു. അമേരിക്കയിൽ നീ ഡോക്ടറാണ്. എന്നാൽ അമേരിക്കയിൽ നീ ഡോക്ടറാണെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ ഏറ്റവും വലിയ അഭിമാനം നീ യേശുവിനെ പ്രസംഗിക്കുന്നവനാണെന്ന് പറയുവാൻ. യേശുവിനെ പ്രസംഗിക്കുന്നവനാണ് എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. മോനെ, അതുകൊണ്ട് സന്തോഷമായി കർത്താവ് പറയുന്ന പോലെ നീ ചെയ്യുക. ഡാഡി, ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ എത്രയും വേഗം മടങ്ങി വരികയാണ്. ഡാഡിയെ കാണാൻ വീട്ടിലേക്കല്ല ഞാൻ വരുന്നത്, ഭാരതത്തിന്റെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ പോകുകയാണ്. ഡാഡി, സന്തോഷത്തോടെ ഞാൻ പോയി വേല ചെയ്യട്ടെ, കർത്താവിന്റെ നാമത്തിനെ ഞാൻ ഉയർത്തട്ടെ. സന്തോഷത്തോടെ ആ അപ്പൻ ആ മകനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം വന്നു, വേല ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ അദ്ദേഹം തന്നെ ഡാഡിയെ വിളിച്ചു പറഞ്ഞു, ഡാഡി, ആമേ സന്തോഷത്തോടെ ഒരു വാർത്തയും കൂടി പറയാനുണ്ട്. മോനെ കേൾക്കുക. ആമേ പറഞ്ഞാട്ടെ മോനെ. അദ്ദേഹം പറഞ്ഞത്, ഡാഡി, കരുതി വെച്ച പണമെല്ലാം നഷ്ടമായി. ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഒറ്റ ആലുവും കൂടി, ഒറ്റ ഉരുളക്കിഴങ്ങും കൂടി ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൂടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒന്നുമില്ല. പക്ഷെ ഡാഡി ഒന്നും അയച്ചു തരണ്ട. വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ നടത്താൻ ശക്തനായ ദൈവമാ. ഞാൻ ആ പിതാവിനോട് സംസാരിക്കുമ്പോ പിതാവ് ഹൃദയം നിറഞ്ഞു പറയുക, ആമേൻ പാസ്റ്ററേ, എൻ്റെ മകൻ നോർത്ത് ഇന്ത്യയിൽ ഒരു വേലക്കാരനായിരിക്കുന്നു എന്നറിയുന്നതിൽ അപ്പുറത്തൊരു സന്തോഷം എനിക്കില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ മക്കളൊക്കെ MBBS പാസ്സാകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. പാസ്റ്ററേ, ഒന്ന് പ്രാർത്ഥിക്കണം, മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ദേ, നീ അപ്പന്റെ ഹൃദയം നോർത്തേ. പാസ്റ്ററേ, എൻ്റെ മകൻ ഡോക്ടറായിരുന്നു, രാജിവെച്ച് യേശുവിന്റെ വേലക്കിറങ്ങി. സ്നേഹിത, ജോലി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജോലിയോടുകൂടെ വേല നിനക്കുണ്ട്. അല്ല, പൂർണ്ണസമയ വേലയാണോ? അതും നിനക്കുണ്ട്. ഏതാണെന്നുള്ള വിളി ഇപ്പോൾ നീ സ്വീകരിക്കുക. ഒന്നുകിൽ വല വീശുക, അല്ലെങ്കിൽ വല നന്നാക്കുക. ഒരുപക്ഷെ ഒത്തിരി പോകാൻ നിങ്ങൾക്ക് പറ്റിക്കാണുകയില്ല. വല നന്നാക്കുന്നവരാണ് നിങ്ങൾ. ഇരുന്നു കൊണ്ടാണ് വല നന്നാക്കുന്നത്. ആ നന്മ ആമെ കയ്യിലെടുത്ത് ആ ഇരുന്ന ഇരിപ്പിൽ മറ്റൊരിടത്തേക്ക് അയച്ചു കൊടുത്തില്ലേ നിങ്ങൾ? ഈവൻ സാംബാസിന്റെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്രയോ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തവരുണ്ട്. വല നന്നാക്കുന്നവരാ നിങ്ങൾ. നിങ്ങളെ കർത്താവ് ആശീർവദിക്കാതിരിക്കുകയില്ല. ഒരുപക്ഷെ വല വീശാൻ പോകാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ വല വീശുന്നവർ ആകുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുക. യേശു വിളിക്കുക, ഫോളോ മീ. യേശു നിങ്ങളെ വിളിക്കുകയാ. ഓ, കർത്താവ് നിങ്ങളെ വിളിക്കുകയാ. എത്ര പേർക്ക് ഇന്ന് ആ വിളി കേൾക്കാൻ കഴിയും? പക്ഷെങ്കിൽ ആ വിളി ഒന്ന് കേട്ടാൽ ഒരുപക്ഷെ ആ കെട്ടഴിയാൻ സാധ്യതയുണ്ട്. ആ കെട്ടഴിഞ്ഞിട്ട് ഞാനത് ചെയ്യാം. നോ, നെവർ, ഒരിക്കലുമില്ല. ഇപ്പോൾ യേശു പറയുക, വിളി കേട്ടിറങ്ങുക, അത്ഭുതം ചെയ്യാൻ പോകുക. ദൈവനോട് പറയുന്നു. അതൊരു തോമസ് എന്ന പേരുള്ള ഒരു ബ്രദറിനെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ കാണുകയാ. ദൈവം നിന്നെ വിളിച്ചത് ഒരു വലിയ വേലയ്ക്ക് വേണ്ടിയാ. കേരളത്തിന്റെ ബോർഡറിൽ ഇരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുന്ന ചിലർ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും നിന്നെ വിളിച്ചത് വേലയ്ക്ക് വേണ്ടിയാ. അത് സോമൻ എന്ന പേരുള്ള ഒരു വ്യക്തി. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വ്യക്തമായി ഇടപെടുകയാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, ഒന്നിലധികം ഭാഷ നിനക്കറിയാ. നിന്നെ വിളിച്ചത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയാ. പുറപ്പെടുക, യേശു നിന്നെ വിളിക്കുക.
ഇടപെടുകയാ. ഓ രാമ സിഖോറിയാമാസിയാര, ദൈവത്തിന്റെ ആത്മ വ്യക്തമായി ഇടപെടുകയാ. അവൻ നിന്റെ പേര് ചൊല്ലി വിളിക്കുകയാ. മോസസ് മോസസ് എന്ന് വിളിച്ചതുപോലെ ഓ ഇപ്പോൾ നിന്റെ പേര് ചൊല്ലി വിളിക്കുക. സൗലേ സൗലേ എന്ന് വിളിച്ചതുപോലെ നിന്റെ പേര് ചൊല്ലി വിളിക്കുകയാ. ശിമോനെ ശിമോനെ എന്ന് വിളിച്ചതുപോലെ യേശു നിന്റെ പേര് ചൊല്ലി വിളിക്കുകയാ. ഇതുവരെ വിളി കേട്ടിട്ടും ഇറങ്ങാതെ ഇരുന്നാൽ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം എനിക്കറിയില്ല. ഒരു സ്റ്റെപ്പ് നീ വെക്ക്. ആ ഭവനത്തിന്റെ കെട്ട് പൊട്ടും, ആ വീടിന്റെ കെട്ട് പൊട്ടും. ഓ പൗരോഹിത്യത്തെ കെട്ടിപ്പിടിച്ചിരിക്കരുത്, പാരമ്പര്യത്തെ വട്ടം പിടിച്ചിരിക്കരുത്. ഇന്ന് പകൽ തന്നെ നീ ആ ബന്ധനം അഴിക്കുക. യേശുവിന്റെ നാമത്തിൽ പുറപ്പെടുക. യേശു നിന്നെ വിളിക്കുകയാണ്. Come on, close your eyes. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ ഡാബ സംദലാബ ചന്ദരാഹ, നീ അവരെ വിളിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നീ അവരെ വിളിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സിസ്റ്റർ അനിത, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഓ നിങ്ങളെ കർത്താവ് തന്റെ നാമത്തിന് വേണ്ടി വിളിച്ചതാ. ഒറ്റയ്ക്കല്ല, കുടുംബമായി. ഓ രാമാസിയാര, അത് അനു എന്ന് പേരുള്ള ഒരു സഹോദരി. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. മജുന ഘടക ബൗഷമന ഹംദരാദിയാന, കുടുംബമായി അവന്റെ വേല ചെയ്യുവാൻ ആത്മാവ് നിന്നെ വിളിച്ചിരിക്കുന്നു. റൈസമാൽ ഖോറിയാമ സംദരാദര. ഓ പരിശുദ്ധാത്മാവ് പറയുകയാ, പ്രഷർ ഹൈ ആയിട്ട് തകർന്ന് തരിപ്പണമാകുന്ന ഒരു വ്യക്തി ദൈവമാവ് ഇടപെടുകയാ. ഇപ്പോൾ നീ സൗഖ്യമാകാൻ പോകുകയാ. അവന് നിന്നെ ആവശ്യമുണ്ട്, അവന് നിന്നെ ആവശ്യമുണ്ട്. യേശു നിന്നെ വിളിക്കുകയാ. നാശത്തിലേക്കല്ല വിടുതലിലേക്ക്, നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്ക്, ഇരുട്ടിലേക്കല്ല വെളിച്ചത്തിലേക്ക് ആത്മാക്കളെ നേടുവാൻ യേശു നിന്നെ വിളിക്കുകയാ. കർത്താവേ, ഈ ജനം ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. അടർക്കാമാരക, ഇപ്പോൾ ചെന്നൈ പട്ടണത്തിൽ ഓ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഒരു സഹോദരി ഇപ്പോൾ കർത്താവ് നിന്നെ തൊടുകയാ. ഓ കർത്താവ് നിന്നെ തൊടുകയാ. ചില ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഓ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുകയാ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. യേശുവേ, എനിക്ക് നിന്റെ വേലയ്ക്കായി ഒരു അഭിഷേകം തരണം. ഒരു അഭിഷേകം എങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൈനീട്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ആ വിളി കേട്ട തന്നെ ജനത്തിന്റെ മേൽ ഇപ്പോൾ ഞാൻ അഭിഷേകത്തെ പകരുകയാ. അജഗമനക സന്തലര ബൗഡമനക സിയാര. ആരോ നിന്നെ തഴഞ്ഞു കേട്ടോ, വേല ചെയ്യണ്ട എന്ന് ആരോ നിന്നെ ഉടക്കി, ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് നീ തകർന്നു പോയി. ഇപ്പോൾ ആ ബ്ലോക്ക് കർത്താവ് മാറ്റുകയാ. യേശുവിൻ നാമത്തിൽ നീ വിടുവിക്കപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ വിടുവിക്കുന്നു. അവർ കർത്താവിന്റെ വേലയിൽ അതിശക്തിയോടെ പ്രയോജനപ്പെടട്ടെ. ഭവനത്തിന്റെ അകത്ത് ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ചില കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വരട്ടെ. ഷീബ ഷീബ, ദൈവാത്മാവ് നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാ. നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയുള്ളതാ. ഇപ്പോൾ തന്നെ വിടുവിക്കപ്പെടുക. ഓ രാമാസിയാരാബക്ഷന്തര ആൽക്കോമാരിയമ സാന്തോരിയമ ഖരാഹ. അത്ഭുതം നടക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി നിങ്ങൾ വിളിച്ചു പറയുക. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പമ്പാടിയിൽ രഹബോത്ത് വർഷിപ്പ് സെൻ്ററിലെ ദൈവമക്കൾ ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇല്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിളിക്കുക. ദയവായി നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. മറക്കരുത്, നിങ്ങൾക്കൊരു വലിയ കോളിംഗ് ഉണ്ട്, നിങ്ങൾക്കൊരു വലിയ വിളിയുണ്ട്. ആ വിളിക്ക് വേണ്ടി നിങ്ങൾ വില കൊടുക്കുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഇത് അഭിഷേകമാകുക. ആ അഭിഷേകം ആർജിക്കുക. അതിശക്തമായി നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കാം. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. തമിഴ്നാട്ടിലെ നമ്മുടെ വയലുകളിലെ വേലകൾക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയുവാൻ ആഗ്രഹമെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റാർക്കെങ്കിലും ഇത് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ദയവായി വിളിക്കുക. ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലീസ് ഈ അഡ്രസ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പമ്പാടി കണ്ടത്തിൽ ബിൽഡിങ്സിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന പമ്പാടിയിൽ അതിശക്തമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം, പ്രത്യേകിച്ച് അതൊരു മെഗാ ചർച്ചാക്കി മാറ്റുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എത്ര പേർ കൂടി വരുന്നോ അവരെല്ലാം സുവിശേഷത്തെ ഉയർത്തണം, അവരെല്ലാം യേശുവിനെ പറയണം, അവർക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലം കിട്ടണം. അതുകൊണ്ട് ഒരു വലിയ റിവാർഡിന് വേണ്ടി, ഒരു വലിയ ദൈവരാജ്യത്തിൻ്റെ പ്രോദ്ഘാടനത്തിന് വേണ്ടി അവരെ പൊക്കിയെടുക്കുക, അഭിഷേകത്തിലേക്ക് അവരെ ഉയർത്തിയെടുക്കുക. അതിനുവേണ്ടിയുള്ള ആ ഒരു ചെറിയ സംരംഭത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് പിന്നെയും ഒരുമിച്ച് കാണാം. അടുത്ത വ്യാഴാഴ്ച ഇല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഒരുമിച്ച് നമുക്ക് കാണാം. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ വീണ്ടും കാണുവോളം കർത്താവ് നമ്മെ മറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. രഹബോത്ത് വർഷിപ്പ് സെന്റർ പാമ്പാടി. ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ പാസ്റ്റർ സാം ജോസഫ് ശുശ്രൂഷിക്കുന്നു. ആത്മസാന്നിധ്യത്തിലുള്ള ആരാധന, വിടുതൽ നൽകുന്ന വചന ശുശ്രൂഷ, രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം രഹബോത്ത് വർഷിപ്പ് സെന്റർ, പാമ്പാടിക്കണ്ടത്തിൽ ബിൽഡിംഗ്സ്, പാമ്പാടി PO കോട്ടയം. ടെലിഫോൺ നമ്പർ
0091 9847 871556 944 6263 219. Email ID samrehoboth@gmail.com.